തെരുവിൽ മൃഗങ്ങളെപ്പോലെ തമ്മിൽ കടിപിടി കൂടി ജീവൻ പോയിട്ട് എങ്ങനെ നല്ലത് പറയും? ഷഹബാസിന് കണ്ണീരോടെ വിടാം. ഒന്നുകൂടി ചിന്തിക്കണം. അവൻ വീട്ടിൽ കിടന്നുറങ്ങിയതിൻ്റെ പേരിലോ സമപ്രായക്കാരോട് മാന്യമായി പെരുമാറിയത് കൊണ്ടോ ജീവൻ പോയതല്ലല്ലോ. കൊന്നവരെ ന്യായീകരിക്കുന്നില്ല. അതവൻ ചോദിച്ചു വാങ്ങിയതല്ലേ? വോയിസുകളൊക്കെ എല്ലാവരും കേട്ടല്ലോ അല്ലേ? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു, നീ ആ പ്രശ്നം ഒന്ന് ഒഴിവാക്കിത്താ. അവനൊന്നുമല്ല, അവൻ്റെ കണ്ണിന് 2 കിട്ടിയപ്പോഴേക്ക് അവൻ തീർന്നു. അപ്പോൾ അതിനു മുമ്പ് എന്തോ ആയിരുന്നു അവൻ. വലിയ അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. അവനൊക്കെ വളർന്നു വന്ന അവൻ്റെ കൂടെ പറ്റിയ 4 ആളെയും കൂടി കിട്ടിയ ക്രൂര റാഗിങ്ങിൻ്റെ നേതാവാകാൻ സാധ്യതയില്ലാതില്ല. അപ്പോൾ കൊല്ലപ്പെടുന്നത് ഓപ്പോസിറ്റുള്ള കുട്ടികളായിരിക്കും. ഇവൻ ജീവൻ പോയതുകൊണ്ട് അതിവിടെ തീർന്നു എന്ന് കരുതിയാൽ മതി. ഇവനെ കൊല്ലാൻ ധൈര്യം കാണിച്ച പിള്ളേരുണ്ടല്ലോ, അവർ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലെങ്കിൽ കൂടി അതിലൊരു ചെറുത്ത് നിൽപ്പുണ്ടാവും. ഇങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. പറഞ്ഞു കേട്ടില്ലേ, ജീവൻ പോയാലും കേസ് ഉണ്ടാവില്ല, കൂട്ടത്തല്ലല്ലേ, നമ്മളല്ലല്ലോ അങ്ങോട്ട് പോയത്, ഇങ്ങോട്ട് അവൻ വന്നതല്ലേ. അവനൊക്കെ ചാവേണ്ടതാണ്, നിയമം ഇവിടെ ഒന്നും ചെയ്യില്ല എന്ന 2 ധ്വനിയുണ്ടതിൽ. കേട്ടിടത്തോളം മനസ്സിലായത് ഇവനായിട്ട് തുടങ്ങി വെച്ചതാ. സിനിമയ്ക്കും ലഹരിക്കും രാഷ്ട്രീയ സംഘടനകൾക്കും തലച്ചോറ് പണയം വെക്കുമ്പോൾ അവർ കൊടുക്കുന്ന ധൈര്യവും കൊണ്ട് അഹങ്കരിച്ച് ജീവിക്കുന്ന പിള്ളേർക്ക് ഇതൊരു പാഠമാവട്ടെ. ഇപ്പോൾ കയ്പ് തീർന്നില്ലേ? കൊണ്ടുപോകാൻ പോയി കൊടുത്തവരുടെ ജീവിതം നശിച്ച്. സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ ഏത് നിമിഷവും തീർന്നു പോകാവുന്ന വളരെ നിസ്സാരനായ മനുഷ്യജീവികളാണെന്ന് നമ്മളൊന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അഹങ്കരിച്ച ആളാവാതെ സന്തോഷിച്ച് പഠിച്ച് കളിച്ച് ചിരിച്ച് ജീവിക്കാൻ മക്കൾ ഇതുകൊണ്ടെങ്കിലും പഠിക്കും. തമ്മിൽ പ്രശ്നങ്ങളുള്ളവർ ഒരു നല്ല മധ്യസ്ഥനെ വിളിച്ച് അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കി. തല്ലി തീർക്കാൻ നിന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസാനം. ഇതിൻ്റെയൊക്കെ ആകെ തുകയായിട്ട് ആഭ്യന്തര വകുപ്പും പോലീസ് സേനയും എന്നേക്കുമായി പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ശുഭദിനം.